അനു കേക്ക് ബാക്കിയോട് കട്ടി. നീ കേൾക്കരുതറിയോ അല്ലടാ? അയ്യോ മോനെ, അയ്യോ എടാ വേണ്ട മോനെ, വാടാ മോനെ മോനെ വേണ്ട എടാ. അയ്യോ അയ്യോ മോനെ വേണ്ട, കൊല്ലും ഞാൻ. എന്റെ ജീവൻ എടുക്കടാ ആദ്യം. നീ വാ വെട്ട്. അങ്ങനെയെങ്കിലും ഈ വീട്ടിൽ നിന്റെ ശല്യം ജയിലിലേക്ക് മാറി കിട്ടല്ലോ. എന്താടാ? നീ ഒന്ന് മനസ്സിലാക്ക്. ഞാൻ വിളിച്ചോണ്ട് പോവാണ്. ആ പെണ്ണിന്റെ ശല്യം ഒഴിഞ്ഞെങ്കിലും ഇവിടുത്തെ ശല്യം ഒഴിയണമെങ്കിൽ പുറത്തെറിയണുണ്ടീ. തോറ്റുപോയത് അംഗീകരിക്കാൻ ബുദ്ധിമുട്ട് കാണും അമ്മയ്ക്കും അരവിന്ദേട്ടനും. അതുകൊണ്ട് ബാലമാമനെ ഒന്നും പറയണ്ട. വലിയൊരു വിപത്ത് ഒഴിഞ്ഞു പോയല്ലോ, അത് മതി മക്കളെ നമുക്ക്. എന്നാലും അടി കിട്ടിയത് എനിക്കാ. ഷുഗറാണേലും വല്ലപ്പോഴും കിട്ടുന്ന കേക്ക് ഒരു സന്തോഷമായിരുന്നു. ആണോ? എന്നാ ഗോവിന്ദന് ദേഹത്ത് നിന്ന് നക്കിയെടുത്തോടാ. നിനക്കതല്ലേ ശീലം. അല്ല, നക്കിയെടുക്കണ്ട, തോണ്ടിയെടുക്കല്ലേ. വാനിലയാ, പക്ഷെ ഉപ്പിത്തിരി കൂടുതലാ. എന്തിനൊരു പരിധിയില്ലേ? കണ്ടില്ലമ്മേ, എല്ലാത്തിനും സന്തോഷം കണ്ടിട്ട് എനിക്ക്. എടാ, ഇപ്പൊ എന്താ സംഭവിച്ചേ? നിന്റെ കല്യാണം നീട്ടിവെച്ചു. അത് കൊല്ലങ്ങൾക്കപ്പുറത്തേക്കൊന്നും അല്ലല്ലോ, അത് കുറച്ച് ദിവസം, അത് ഒരാഴ്ചത്തേക്കല്ലേ. അതുവരെ അവര് സന്തോഷിക്കട്ടടാ. നിനക്കെന്താ പ്രശ്നം? കല്യാണം കഴിഞ്ഞ് ശ്രേയ ഇവിടെ വന്ന ഈ സന്തോഷമൊക്കെ നമുക്കല്ലേ. ഇപ്പൊ സന്തോഷിക്കുന്നവരൊക്കെ അപ്പൊ കരയും. എടാ, നമ്മൾ അത് കാണുമെന്ന്. നീ ഒന്ന് സമാധാനായിട്ട് ഇരിക്കും മോനെ. അമ്മയ്ക്ക് അതൊക്കെ പറയാം, എനിക്ക് ടെൻഷൻ മുഴുവൻ. എടാ, നീ എന്തിനാണോ ടെൻഷൻ അടിക്കുന്നേ? ഒരു കാര്യം ചെയ്, നീ ആ ഫോണിങ് തന്നെ. ഫോണ് താ അങ്ങോട്ടെ. ഡയലി. ഹലോ. മോളെ ശ്രേയേ. എന്താ ആന്റി? അതെ, കല്യാണം അങ്ങോട്ട് കുറച്ച് തള്ളിയതിന് ഇവിടെ അങ്ങ് ആഘോഷ. ഇവിടെ കല്യാണമേ നടക്കില്ല എന്നാ ഇവിടെ ഉള്ളവരുടെ വിചാരം. എല്ലാത്തിനും മര്യാദക്ക് നിർത്തിയിട്ടുണ്ട് എന്റെ മോൻ. എങ്ങനെ?
എന്റെ മോൻ ചങ്കുറ്റുള്ളവനല്ലേ, അവൻ എല്ലാവരുടെ മുന്നിലേക്ക് കത്തി കാണിച്ചു. ആ അതൊക്കെ മോളോടുള്ള ഇഷ്ടം കേട്ടോ. ആന്റി, നിങ്ങളോട് ആരോടെങ്കിലും കത്തിയോ കൊടുവാളോ എടുക്കാൻ ഞാൻ പറഞ്ഞിട്ടുണ്ടോ? അല്ല മോളെ, അത് മനസ്സിലായി. എല്ലാവരുടെയും വികാരം എനിക്കറിയാം. എല്ലാം എനിക്ക് വിട്ടുതരാൻ പറഞ്ഞതല്ലേ ഞാൻ. ആവശ്യമില്ലാത്ത ഒരു കാര്യത്തിനും ഞാൻ കൂട്ടു നിൽക്കില്ല. അത് ആന്റി ആയാലും അരവിന്ദ് ആയാലും.